ഷാഹി ഇഫക്റ്റിലേക്ക് അവർക്കും സുസ്വാഗതം. നമ്മൾ ആദ്യം വിചാരിച്ചത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെന്നാണ്. ഇവർ രണ്ടും സെപ്പറേറ്റ് ഓർഗനൈസേഷൻസ് ആണെന്നാണ് ഒരു കൺവെൻഷണൽ ഒരു തിങ്കിങ്. പക്ഷേ ഈ ഇലക്ഷനിൽ അങ്ങനെ ആയിരുന്നില്ല. ഇനിയിപ്പോൾ അത് പെർമനൻ്റ് അണ്ടർസ്റ്റാൻഡിങ് ആണോ, ഈ ഇലക്ഷന് വേണ്ടിയായിരുന്നോ, അത് അവർ ക്ലാരിഫൈ ചെയ്യട്ടെ. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന കാര്യങ്ങളും മുസ്ലിം ലീഗ് പറയുന്ന കാര്യങ്ങളും ഒരു നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു അന്തർധാരണ ഉണ്ട് എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അതാണെങ്കിൽ അത് കറക്റ്റല്ല. മുസ്ലിം ലീഗിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. കാരണം മുസ്ലിം ലീഗ് ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നാടിൻ്റെ വികസനത്തിനെ കുറിച്ച് അവർക്കൊരു അഭിപ്രായമുണ്ട്, അത് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് ഇതുവരെ മനസ്സിലാക്കിയത്. പക്ഷേ കൊടുങ്ങല്ലൂരും എത്രയോ സ്ഥലത്ത് അവർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ട് പരിശോധിച്ച് പഠിക്കുമ്പോൾ അതാണോ എന്നൊരു ചോദ്യമുണ്ട്. അതിനൊരു ചർച്ച നടത്തണം. അവർ ക്ലാരിഫൈ ചെയ്യട്ടെ, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒപ്പം അല്ലാന്ന്. ഞാൻ ആദ്യം മുതൽ പറയുന്നൊരു കാര്യമാണ്, ഞാൻ ആദ്യം നിങ്ങളെല്ലാവരും കേട്ടതാണ്, അപ്പോൾ ഇത് പുതിയ കാര്യമൊന്നുമല്ല. ജമാഅത്തെ ഇസ്ലാമി ഈ നാട്ടിൽ വന്ന് നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയം തീരുമാനിക്കാൻ തുടങ്ങിയാൽ, ഞാൻ ഒരു പാരലായിട്ട് പറയല്ല, ബംഗ്ലാദേശിൽ എന്ത് നടക്കുന്നു, അവിടുത്തെ ജമാഅത്ത് എന്ത് ചെയ്യുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഇത് ഒരു ശരിയായ കാര്യമല്ല. അപ്പം ജമാഅത്ത്, ഇത് ഞാൻ മാത്രമല്ല പറഞ്ഞത്. ഇന്നലെ ആരാണ് ലെഫ്റ്റിൻ്റെ AK ബാലൻജി എന്താ പറഞ്ഞത്? അവർക്ക് അറിയണമല്ലോ. AK ബാലൻജി ഇപ്പോൾ പറയുമ്പോൾ മാറാട് ആ ഇൻസിഡൻറ്റ് നടന്നപ്പോൾ ആരായിരുന്നു ജമാഅത്തെ ഇസ്ലാമിൻ്റെ പിന്തുണ എടുക്കുന്ന പാർട്ടി? CPM ആയിരുന്നില്ലേ? അപ്പോൾ അവരിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വന്നാൽ മാരാട് പോലെ ഒരു ഇൻസിഡൻറ്റ് ഇനിയും തുടരുന്നു, ഇനി ഉണ്ടാവും എന്ന് പറയുമ്പോൾ അവർ അറിഞ്ഞിട്ടല്ല പറഞ്ഞത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ABC ആണ് എന്നാണെന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നാടിൻ്റെ വളർച്ചയ്ക്കും നാടിൻ്റെ ഭാവിക്കും ഇങ്ങനത്തെ രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ വർദ്ധിക്കാൻ പാടില്ല. പിന്നെ കോൺഗ്രസ് പോലെ ഒരു വീക്ക് പാർട്ടീനെ ഇവർ കൺട്രോൾ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ട്, ജനങ്ങളുണ്ട്, പൊതുസമൂഹത്തിലുണ്ട്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. അതാണ് ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നത്. അതൊന്നും ഞാൻ പറയുന്നില്ല. അതിനെ കുറിച്ച് ചർച്ച ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടില്ല. ഞാൻ നിലമ്പൂരിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു നാഷണൽ പാർട്ടി ഭരണഘടനയെ കുറിച്ച് ചർച്ച ചെയ്ത് ഓടി നടക്കുന്ന ഒരു നാഷണൽ പാർട്ടി, അതിൻ്റെ ലീഡർ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ടാണ് പാർലമെൻറ്റിൽ ഉള്ളിൽ കയറുന്നത്, പുറത്തു ഇറങ്ങുന്നത്. ആ നാഷണൽ പാർട്ടി ഓപ്പണായിട്ട് പറയുന്നു, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിൻ്റെ പിന്തുണ നിലമ്പൂർ ഇലക്ഷൻ മത്സരിക്കുന്നു. ഒന്ന്, അത് കഴിഞ്ഞിട്ട് ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിൻ്റെ പിന്തുണ എടുത്തിട്ട് ഞങ്ങൾ മത്സരിക്കുന്നു എന്ന് കോൺഗ്രസ് പാർട്ടി പറഞ്ഞു. ഞാനല്ല പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എതിരെയാണ്, സെക്യുലർ റിപ്പബ്ലിക്കിൻ്റെ എതിരെയാണ്. അവർ കൃത്യമായി പറഞ്ഞ ഒരു സംവിധാനം, ഒരു സ്ഥാപനമല്ലേ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇമ്പാക്റ്റ്, നമ്മളുടെ രാഷ്ട്രീയത്തിൽ എന്തായിരിക്കും ഇമ്പാക്റ്റ്? അത് ചർച്ച ചെയ്യണം, ജനങ്ങളെ അറിയിപ്പിക്കണം, മനസ്സിലാക്കണം. ഇതിപ്പോൾ 10ാം തവണയാണ് മാധ്യമസുഹൃത്ത് എന്നോട് ചോദിക്കുന്നത്. ഞാൻ ഡൽഹിയിൽ പ്രസ് കോൺഫറൻസ് ചെയ്തപ്പോൾ തന്നെ ചോദിച്ചത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ജയിലിൽ പോവും, അതിലൊരു സംശയം ഉണ്ടാവണ്ട. ഇതുവരെ അവർ കെയർഫുള്ളായിട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അവരുടെ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ്സ് എന്താണ്? ആൻറ്റി സെക്യുലറിസം. അവരുടെ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് എന്താണ്? ഇസ്ലാമിക് റിപ്പബ്ലിക്, ശരിയ സ്റ്റേറ്റ്. എന്താണ് ഇതിൽ സംശയം? അപ്പോൾ എനിക്കൊരു സംശയമില്ല, ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ജമാഅത്തെ ഇസ്ലാമി ഒരു NGO ഒന്നുമല്ല, നാടിന് വേണ്ടി. ഇതിപ്പോൾ ആർക്കും അങ്ങനെ ഒരു മിസ്റ്റേക്കോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ ഉണ്ടാവാൻ പാടില്ല. ജമാഅത്തെ ഇസ്ലാമി ഒരു സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവാണ്, ശരിയ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ. അവർ ആൻറ്റി സെക്യുലർ ആണെന്ന് പറയുന്നു, അവരെന്നെ പറയുന്നു. ഇനി അവർ പറയട്ടെ എല്ലാന്ന്. ഈ ജമാഅത്തും കോൺഗ്രസ് ജമാഅത്തിൻ്റെ ഒപ്പം മുസ്ലിം ലീഗിൻ്റെ ഒപ്പം ചെയ്യുന്ന രാഷ്ട്രീയം ഒരു അപകട രാഷ്ട്രീയമാണെന്ന് ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ തെളിവും മുമ്പിൽ വയ്ക്കാം. ഇന്ന്
ഒരു ചോദ്യം, ഞാൻ ഇന്ന് ചോദ്യം വിട്ടുപോന്നു, ഇനി അതിൻ്റെ ഉത്തരം ഞാൻ 2 ദിവസത്തിൽ തരാം. എന്തുകൊണ്ട് വികസനത്തിനെ കുറിച്ച് ആരൊന്നും ചർച്ച ചെയ്യുന്നില്ല ഈ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും? ഒന്ന് ചോദിക്കട്ടെ. നമ്മളെ കുട്ടികൾക്ക് തൊഴിലൊന്നും വേണ്ടേ? വിദ്യാഭ്യാസ മേഖല തകർന്നു കിടക്കുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യണ്ടേ? ആരോഗ്യ മേഖലയിൽ ഇങ്ങനെ ഒരു തകർന്ന് കിടക്കുന്ന ഒരു സിറ്റുവേഷനിൽ അതിനെക്കുറിച്ച് എന്താ ചർച്ച ചെയ്യാത്തത്? അതൊന്ന് ആലോചിക്കണം. ഞാൻ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്, അത് ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് വയ്ക്കും. അതൊരു തെറ്റാണെങ്കിൽ അവർ ക്ലാരിഫൈ ചെയ്യട്ടെ. ഈ നാട്ടിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് മാത്രമേ വരാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, ഞങ്ങളുടെ ഒരു അഭിപ്രായം. ആ ഒരു വികസന മത്സരത്തിൽ ആരാണെങ്കിലും വരട്ടെ, മത്സരിക്കട്ടെ, ജനങ്ങളുടെ വിശ്വാസം നേടാനും തേടാനും അവർ അധ്വാനിക്കട്ടെ. പക്ഷേ വികസനം ഒരു ചർച്ച വിഷയമാവണം. വികസനത്തിനെ കുറിച്ച് സംസാരിക്കണം. ജനങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പരിഹരിക്കാൻ ഒരു ആത്മാർത്ഥമായ ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവണം ആ പാർട്ടിയിൽ. പൊളിറ്റിക്കൽ പവർ മാത്രമല്ല, പൊളിറ്റിക്കൽ പവർ ഗ്രാബ് ചെയ്യാൻ മാത്രമല്ല. നാട് 15-20 കൊല്ലമായിട്ട് പിന്നിൽ പോകുന്നു. അത് മുമ്പോട്ട് കൊണ്ടുപോകണം. ഈ വരുന്ന അസംബ്ലി ഇലക്ഷൻ അതൊരു ചർച്ചാ വിഷയമാവണ്ടേ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു അഭ്യർത്ഥന. വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ നന്ദി, നമസ്കാരം.